കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 2 മിനിറ്റ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പാർട്ടിയിൽ ഒരു വലിയ അഭിപ്രായ ഭിന്നത ഉള്ളതായി തോന്നുന്നുണ്ടോ? പലരും ഇല്ല. അതെല്ലാം കാലക്രമേണ ശമിക്കുന്ന ഒരു സംഭവമാണ്. അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് മറക്കപ്പെട്ടിട്ടുണ്ട്, അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അത് സ്വാഭാവികമായും അത് പോയി കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടു, എനിക്ക് അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ്. അവൻ നന്നാവണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം എന്ന്. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിലപാടിനൊപ്പം മറ്റു നേതാക്കൾ നിൽക്കാത്തതിൽ വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല. ഓരോരാൾക്ക് ഓരോ കൺസെപ്റ്റാണ്. എനിക്ക് എൻ്റെ കൺസെപ്റ്റ്, അവർക്ക് അവരുടെ കൺസെപ്റ്റ്. ഓരോരാളെ തിങ്കിങ്ങും ആരും മനസ്സിലാക്കുന്നില്ല. അത് അവരോട് പോയി ചോദിക്കും. അത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ പറയാൻ? ഇദ്ദേഹത്തിന്റെ മനസ്സ് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അദ്ദേഹം അല്ലേ പറയാൻ പറ്റുള്ളൂ. വേഗം കുത്തപ്പോയി വേണ്ടിണ്ടവർ പോയി ചോദിച്ചോ. ഏത് സസ്പെൻഷനിലെത്തിന്? അതെ. ഞാൻ മീറ്റിങ്ങിലൊന്നും ഉണ്ടായിട്ടില്ല. ആ യോഗത്തിലൊന്നും ഞാൻ ആര് എനിക്കറിയില്ല. അത് ചെന്നിത്തല പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എനിക്ക് അത്രയേ പറയാൻ പറ്റൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചോദ്യമില്ല. നമസ്കാരം. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിയാകണം എന്നൊരു കാര്യം, തെറ്റ് തിരുത്തണം, കുറച്ചുകൂടി ശരിയാകാനുണ്ട് എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം അത് തന്റെ അറിവോടെയല്ല, തന്നെ അറിയിച്ചിട്ടില്ല എന്നും മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കുന്നു.